ബൈനോക്കിൾ ടോക്സിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക്, ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങൾ തിരുവനന്തപുരം ടു കന്യാകുമാരി ഒരു റൈഡ് നടത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കന്യാകുമാരിക്ക് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വന്നത്. അതായത് നമ്മുടെ തൃപ്പരപ്പ്, നമ്മുടെ പത്മനാഭസ്വാമി പത്മനാഭ കൊട്ടാരം, അങ്ങനെ അങ്ങനെ കയറി നമ്മൾ. അപ്പോൾ നമുക്ക് വന്ന വഴിക്കാണ് ആദികേശവ പെരുമാളുടെ ഒരു അമ്പലം പരിചയപ്പെട്ടത്. അത് തിരുവട്ടാർ എന്ന് പറഞ്ഞാൽ നാഗർകോവിൽ തൊടുവേലിയിൽ നിന്ന്, അതായത് തൊടുവെട്ടി എന്ന സ്ഥലം എഴുതിയിട്ടുണ്ട് കേട്ടോ. തൊടുവെട്ടിയിൽ ഏകദേശം 10 കിലോമീറ്റർ ദൂരം സ്ഥിതി ചെയ്യുന്ന തിരുവട്ടാർ സ്ഥലത്തായത് ആദികേശവ പെരുമാൾ, അതായത് വിഷ്ണുവിൻ്റെ അമ്പലം എന്നും പറയുന്നു കേട്ടോ. പിന്നെ ശ്രീരംഗം, പരശുരാമ സ്ഥലം, അങ്ങനെയൊക്കെ പ്രത്യേകം പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ അതേപോലെ തന്നെയാണ് ചെയ്തേക്കണേ. വിഗ്രഹം അതുപോലെ തന്നെയാണ്. അവിടുത്തെ വിഗ്രഹം 18 അടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ വിഗ്രഹത്തിന് 22 അടി നീളം ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ. പിന്നെ അത് പ്രതിഷ്ഠിച്ചേക്കുന്നത് കിഴക്കോട്ടാണെന്നെങ്കിൽ ഇത് പ്രതിഷ്ഠിച്ചേക്കുന്ന പടിഞ്ഞാറോട്ട് വന്നു. അതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇത് അതിനേക്കാളും പഴക്കമുള്ളൊന്നും അതിൻ്റെ മൂലസ്ഥാനം ഒക്കെ ഇതിനൊരു പ്രത്യേകത പറയുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര, അതായത് നമുക്ക് കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിലാണ് ചെയ്തേക്കണം. കാരണം വെച്ചാൽ ആ തൊട്ടടുത്തുള്ള ഒരു 2 നില വീടിൻ്റെ അതേ പൊക്കമുണ്ട് ഇതിൻ്റെ മതിൽ. ആ മതിലും തറയും അതിനകത്ത് തന്നെ പൊങ്ങിയാണ് നിൽക്കണേ. അതുകൊണ്ട് ഈ നട കാണുമ്പോൾ നമുക്കറിയാം. എന്നിട്ടാണ് അതിനകത്ത് പിന്നെയും നല്ല എന്ത് പറഞ്ഞത്, പത്മനാഭസ്വാമി ക്ഷേത്രവും ഈ നമ്മുടെ രാമേശ്വരവും പോലെ തന്നെ 2 വശവും കൽത്തൂണുകൾ കൊണ്ട് പണിതേക്കണേ. ഇതിൻ്റെ അകത്ത് അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കുറച്ച് നമുക്ക് കയറുന്നതൊക്കെ മാത്രം പോയി വീഡിയോ എടുക്കാം. നമുക്കൊന്ന് കയറി നോക്കാം. ഇപ്പോൾ അമ്പലം അടയ്ക്കാനായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഇതൊക്കെ നടക്കുന്നുണ്ട്. നാമസങ്കീർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രം ഇത്തിരി പഴക്കം പറഞ്ഞിട്ടുണ്ട്. പത്മനാഭ ക്ഷേത്രത്തിനേക്കാളും പഴക്കമുണ്ടെന്ന് പറഞ്ഞു. ആചാരാനുഷ്ഠാനങ്ങൾക്ക് സാമ്യമുണ്ടെന്ന് പറഞ്ഞു. ഐതിഹ്യമൊക്കെ പറഞ്ഞേക്കുന്നത് ഇവിടെ മരതകവലി, അതായത് ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം പച്ച നിറത്തിലാണ് പ്രതിഷ്ഠിച്ചേക്കുന്നതെന്നാണ്. പിന്നെ ഇതിന് പറഞ്ഞേക്കുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ചന്ദ്രദേവന് പ്രത്യക്ഷനായെന്നും അതുപോലെ തന്നെ ഇവിടെയും പത്മനാഭസ്വാമി ചന്ദ്രന് പ്രത്യക്ഷനാക്കിയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇന്നങ്ങണ്ടോ, ഇത് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രവും ഈ രാമേശ്വരമൊക്കെ പോയവർക്കറിയാം. ഇതുപോലെ തന്നെയാണിത്. പക്ഷെ നമ്മൾ ഇത്രയും ഇവിടെ ഇങ്ങനൊരു സ്ഥലത്ത് ഇത്രയും പുരാതനമായ ഒരു അമ്പലം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ കന്യാകുമാരി ട്രിപ്പിൽ ഇങ്ങനെ ഓരോന്ന് ഡെസ്റ്റിനേഷൻ തപ്പി എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വന്നേ. എന്തായാലും ഒരിക്കലെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുന്നവർ വരണം. കാരണം വെച്ചാൽ ഇത്രയും പഴമ ചെന്നതും അതുപോലെ തന്നെ ഇതുപോലെ പ്രൗഢഗംഭീരമായ ഒരു അമ്പലം നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിരുന്നു. നിർമ്മിതി അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഇതെല്ലാം ഈ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. പിന്നെ ഇവിടെയും അവിടുത്തെ പോലെ തന്നെയാണ്, അവിടുത്തെ വിഗ്രഹം പോലെ തന്നെയാണ് നിർമ്മിച്ചേക്കണത്. ഏതാണ്ട് 1608 സാളഗ്രാമങ്ങൾ ചേർത്ത് കടും ശർക്കര ഉരുക്കുക ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ട് ഇതിൻ്റെ അഭിഷേകങ്ങളും കാര്യങ്ങളൊക്കെ അവിടുത്തെ പോലെ തന്നെ വേറൊരു ചെറിയ വിഗ്രഹം വെച്ച് അതിലാണ് നടത്തുന്നതെന്ന് പറയുന്നു കേട്ടോ. ഇപ്പം സമയം നമ്മൾ വന്നപ്പോൾ സമയം ഒരു 12:30 അപ്പോൾ ഒരു എത്ര മണിക്ക് ഒരു 12:30 1 മണിക്കൊക്കെ അടയ്ക്കുന്നതെന്നും പറഞ്ഞു കേട്ടോ. ഇനി ചുറ്റുവട്ടമൊക്കെ അടുത്ത് താമസക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ അമ്പലത്തിൻ്റെ 4 വശവും ഒരുപോലെ ഇതൊക്കെ. ഇതിൻ്റെ എല്ലാ വശത്തെയും ഈ വാതിലുകൾ ഇങ്ങനെ, ഫ്രണ്ടും ബാക്കും മാത്രം ഇത്ര വീതി. അപ്പുറത്ത് നമ്മൾ വരുന്നിടത്ത് മറ്റേ നടയൊന്നും ഇല്ല പറഞ്ഞു തരണം. എനിക്ക് തോന്നുന്നു ഉത്സവ സമയത്ത് ആനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുന്നള്ളിപ്പ് കയറ്റാനൊക്കെ ആയിരിക്കും. എല്ലാം പഴയ പ്രതാപത്തോടു കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ. അകത്തെ ശ്രീകോവിൽ കാണണം. ആ ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലൊരു നടപ്പന്തലുണ്ട്. ആ നടപ്പന്തൽ ഫുൾ ഒറ്റക്കല്ലിലാണ് പണിതേക്കണമെന്ന് പറഞ്ഞു. ഇതാണ് ഇതിനകത്ത് വിഗ്രഹ പ്രതിഷ്ഠ കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതിലും എഴുതിയിട്ടുണ്ട്. അവിടുത്തേക്കാളും ചെറിയ പ്രത്യേകതകളൊക്കെ വിഗ്രഹത്തിനുണ്ടെന്ന് പറഞ്ഞു. ബ്രഹ്മാവിൻ്റെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ വലത് കരത്തിനടിയിലാണ് അവിടെ അഭിഷേകമൊക്കെ ചെയ്യുന്ന സാധനം, അല്ലെ മെയിൻ ചെറിയ വിഗ്രഹം വെച്ചേക്കെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ കാണുന്ന പോലെ തന്നെ 3 വാതിൽ കൂടെ തന്നെ തുടങ്ങണം കേട്ടോ. 3 വാതിൽ കൂടെ തന്നെയാണ് ഇതിൻ്റെയും ദർശനം. അപ്പം ഒരിക്കലും ഇങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്നവരാരെങ്കിലുമൊക്കെ ഈ വഴി വരുവാണെങ്കിൽ ഈ അമ്പലം വന്ന് കാണണം. ഇനി ഞങ്ങളുടെ വീഡിയോയ്ക്ക് അഭിപ്രായം പറയണം. ഓക്കെ, ബൈ.